വീറ്ററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വർഷത്തെയും പോലെ നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മളെ നാടും പാടമൊക്കെ ഒന്ന് കാണിക്കലുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കുറച്ചൊന്ന് കണ്ടുവരാം. പോവാം. ഇതാണ് നമ്മളെ പാലം. ഫുള്ള് പച്ചപ്പായി, പാടത്തൊക്കെ വെള്ളവും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയി. കാണാൻ ഭയങ്കര രസമായിട്ടപ്പോൾ. തോടൊക്കെ അത്യാവശ്യം വെള്ളം നല്ലവണ്ണം നിറഞ്ഞൊഴുകലെടുത്തി. ഈ വേനൽക്കാലാകുമ്പോൾ കന്നാളെ കെട്ടലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ വരമ്പ് പറ്റെ പോകട്ടോ. ഇനി ഈ മഴക്കാലത്ത് ഒക്കെ പുതിയ വരമ്പൊക്കെ ഇട്ട് സെറ്റാക്കും. അങ്ങനെയാണ് കൊല്ലം നമ്മൾ വരമ്പിടുമല്ലോ. കാരണം ഓരോ കൊല്ലം കഴിഞ്ഞ് ഇതേപോലെ കന്നാളെ കെട്ടലും അല്ലാത്ത പരിക്കൊക്കെ പാടെ കാരണം വരമ്പ് പോവും. വർഷം പിന്നെ വരമ്പിടും. ആ മുരിങ്ങ മരം നിൽക്കുന്ന അവിടെ കണ്ടോ? അവിടെ നമ്മൾ കിണറുണ്ട്. അതിലെത്ര വെള്ളം ഉണ്ടെന്ന് പോയേക്കാം. പാടത്ത് ഫുള്ള് വെള്ളമുണ്ട്. അപ്പോൾ കിണറും ഫുള്ള് വെള്ളം തന്നെ ആയിരിക്കാം. നോക്കാം. കിണറ്റിൽ ഫുള്ള് വെള്ളമാണ്. നമ്മൾ പാടത്ത് എത്രത്തോളം വെള്ളം നിൽക്കണം അത്രത്തോളം കിണറ്റിനും വെള്ളം ഉണ്ടാവും കേട്ടോ. ആ ലെവലിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇറങ്ങുമ്പോൾ വേനൽക്കാലമാകുമ്പോൾ അതേപോലെ തന്നെ താഴോട്ട് പോവും. മുരിങ്ങയൊക്കെ അത്യാവശ്യം ഉണ്ട് ഇതിമേ. പെരയിലുണ്ടാവുകൊണ്ട് പിന്നെ ഇതിമ നിറക്കലില്ല. അത്യാവശ്യം മുരിങ്ങയൊക്കെ ഉണ്ട് അപ്പം ഇതിമ. ആ കാണുന്ന നമ്മളെ കൊടുത്തി കേട്ടോ. കൊടുത്തിൻ്റെ പാർക്ക് മറ്റു സംഭവങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം പാടം തന്നെ ഉണ്ട്. ആ വീട് നിൽക്കുന്നിടത്ത് പിന്നെ ഇപ്പോൾ അവിടെ ഒരു വീട് കയറി. ബാക്കിയിലൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ആ തലക്കണ്ടില്ല, അവിടെയും കുറച്ച് പാടത്തേക്ക് വീട് ഇറങ്ങിട്ടോ. ഭാവിയിൽ എന്താവുന്നാവും. ഭാവിയിൽ വീഡിയോ ക്ലിപ്പൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഏകദേശം തീരുമാനമാവും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും കൂടുതലും ഇവിടെ കാണിക്കാനൊന്നുമില്ല. സ്ഥിരം ഈ ഒരു പാടം നമ്മൾ എല്ലാ വർഷവും വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ മഴക്കാലത്തും ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക നമ്മൾ നാട്ടിലിരിക്കുന്ന ആൾക്കാർക്കല്ല കേട്ടോ. നമ്മളെ വീഡിയോസ് കാണുന്ന പ്രവാസികൾക്കാണ്. ഓല് കാണുന്നതിൻ്റെയൊക്കെ ഒരു കാര്യമായിട്ടുള്ളൊരു മിസ്സിങ് വരിക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇപ്പോൾ ഡെയിലി കാണുമ്പോൾ നമുക്ക് അത്രത്തോളം പ്രശ്നമല്ല. ഞാനും ഒരു കാലത്ത് പ്രവാസിയാകുമ്പോൾ നന്നായിട്ട് മിസ് ചെയ്തിരുന്ന സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ. പണ്ട് ഈ തോടിന് ഇത്ര വീതിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു സുനാമി കെട്ട് അങ്ങനെ എന്തോ ഒരു കെട്ട് വന്നിട്ടാണ് തോട് വീതി കൂട്ടി രണ്ട് സൈഡും ഫുള്ള് കരിങ്കൽ വെച്ച് കെട്ടി കേട്ടോ. അതിന് ശേഷമാണ് വെള്ളം ഇങ്ങനെ നല്ലോണം ഒഴുകി പോലെ എടുത്ത്. ആദ്യം ഫുള്ള് മണ്ണിൻ്റെ രണ്ട് സൈഡും മണ്ണിൻ്റെ തിട്ടേനും. അപ്പോൾ കുഴി പൊന്ത അങ്ങനെ കുറേ കാര്യങ്ങൾ കാരണത്താൽ വെള്ളം ഇത്ര സ്പീഡിലൊന്നും പോകില്ല. ഒരു കുറച്ച് നല്ല മഴ പെയ്താൽ തന്നെ വെള്ളം തോടിൻ്റെ അപ്പുറത്ത് രണ്ട് സൈഡിലേക്കും കവിഞ്ഞൊഴുകുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഈ പാടം തോടൊക്കെ ആദ്യം എപ്പോഴും ഫുള്ളായിരുന്നു. ഇപ്പോഴൊക്കെ ഫുള്ളാണെങ്കിൽ അത്രയും വലിയ ഇത് വരണം, പ്രളയം വരണം. അപ്പോഴേ നമ്മളെ പാടം ഒന്നാവുള്ളൂ. ആദ്യമൊക്കെ ചെറിയ നല്ലൊരു മഴ പെയ്താൽ തന്നെ തോട്ടിൽ നിന്ന് വെള്ളം കയറി പാടം ഒന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് സംഭവിക്കാറില്ല. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.